മക്കളുള്ള ഒരാളുടെ അവസ്ഥ കണ്ടു. ഒരുത്തൻ ബൈക്കും കൊണ്ട് വന്ന് കുഞ്ഞിനെ ഇടിച്ച് തെറിപ്പിച്ച് ഞരക്കി കൊണ്ടുപോയി കുഞ്ഞിൻ്റെ എന്താ പറയുക ഇൻ ബിറ്റ്വീൻ തൈസിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് കൊണ്ടുപോയത് കേട്ടോ. ഒരു തൈയാണെങ്കിൽ മുഴുവനും പൊട്ടിപ്പോയി. അത് വലിയൊരു ഊണ്ടും കൂടി. അത് കാരണം നമുക്ക് കുഞ്ഞിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഒരു വലിയൊരു ഊണ്ടായിപ്പോയി. അത് ഇനി ക്യൂർ ആവുന്നതനുസരിച്ച് POP ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അത് കാരണം ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഞ്ഞായത് കാരണം ഈ ഊണ്ട് ക്യൂറായി വരുന്നതനുസരിച്ച് ആ ജോയിൻസും കൂടുമെന്നാണ് പറയുന്നത്. എന്നാന്നൊന്നും അറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവനെ ഒരുപാട് മൂവ് ചെയ്യാനൊന്നും സമ്മതിക്കാൻ വേണ്ടി പാടത്തില്ല. പിന്നെ സ്വെല്ലിങ്ങോ അതുപോലെ തന്നെ ഊണ്ടിൽ എന്തെങ്കിലും പസ് ഫോമേഷൻ എങ്ങാനും ആയ പിന്നെ ഓപ്പണായിട്ട് തന്നെ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുവാണ്. ദൈവം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആയാൽ ഭയങ്കര പ്രോബ്ലം ആവും. കാല് തന്നെ നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും ക്യൂർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് പുള്ളിക്കാരൻ കുറച്ച് ഇഞ്ചക്ഷനും കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് ഭയങ്കര പേടിയാട്ടോ അവന്. നമ്മൾ തൊടാൻ സമ്മതിക്കുന്നില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇവൻ ആ മൂലയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ചോറ് കഴിക്കും, രാവിലെ ചോറ് കൊടുക്കുക, ആ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നു. വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഇവരായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വണ്ടി ഇടിച്ചതിൻ്റെ പെയിനും പിന്നെ പേടിയും എല്ലാം കൂടി ആയിട്ട് തൊടാൻ സമ്മതിക്കുന്നില്ല. ഇവൻ മാത്രമല്ല കേട്ടോ, ഇവൻ്റെ കൂടെയുള്ള ആൾക്കാരും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര നിലവിളിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുവിധം അവന് ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഇവിടെ നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മുടെ നെക്ക് കോളർ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്തുതരാം കേട്ടോ. അയാൾ ഓടുന്ന ഓട്ടം നിങ്ങൾ